സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എങ്ങനെയാണ് ഈ കാളത്തലകൾ അതുപോലെ കാളയുടെ ഉടലൊക്കെ ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് വിഷുവേലയായിരുന്നു നാട്ടിലെ മാത്രമല്ല, കുന്നപ്പള്ളി എന്നല്ലേ, അതേപോലെ കേരളശ്ശേരി, അതേപോലെ നമ്മുടെ കടമ്പഴിപ്പുറം മണ്ണമ്പറ്റ അടുത്തുള്ള അവിടെ കണ്ണീർക്കാവിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ വിഷുവേലയായിരുന്നു. പക്ഷേ വിഷുവേലയ്ക്ക് പോകാൻ പറ്റിയില്ല. രാവിലെ ചിക്കൻ കഴിച്ചപ്പോൾ ഇന്നലത്തെ ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച്. ഞാൻ അതിൽ 2 പീസ് കഴിച്ചത് പ്രശ്നമായി. അങ്ങനെ ഛർദിയും വയറിളക്കം അങ്ങനെ കാര്യമായിട്ടില്ല, പക്ഷേ നന്നായിട്ട് ഛർദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. രാവിലെ നമ്മുടെ അർജുൻ്റെ കണ്ണീർക്കാവ് അവിടെ അർജുൻ്റെ ടീമിൻ്റെ കാളയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഒന്ന് പോയി നേരെ വീട്ടിൽ വന്ന് പിന്നെ തീരെ വയ്യായിരുന്നു. പിന്നെ ഛർദിച്ച് അങ്ങനെ കടന്നു. അങ്ങനെ അവസ്ഥ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം മൂഞ്ചിപ്പോയി. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ചെറിയ കാളകളെ ഉണ്ടാക്കുന്നത് എന്നൊരു സാധനമാണ്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഞാനിത് എൻ്റേതായ ഒരു ശൈലിയിൽ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു സാധനമാണ്. എൻ്റേതായ രീതിയിലൊരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒന്നിനെ നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും പൊതുവെ ചെയ്യലില്ല. എൻ്റേതായ ശൈലിയിലാണ് ഓരോ കണ്ടുപിടുത്തങ്ങൾ, പരീക്ഷണങ്ങൾ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പകുതി ഫിനിഷിംഗ് ആയതും ഫിനിഷ്ഡ് പ്രോഡക്റ്റായ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് മാത്രമല്ല, ഇപ്പോൾ കാളത്തലകൾ തന്നെ 3 തരത്തിലുള്ള കാളത്തലകൾ ഇവിടെ ഉണ്ട്. ഇതൊരു 30 സെൻറ്റിമീറ്ററിനടുത്ത് വരും വലിപ്പമുള്ള കാളത്തലയാണ്. ഇതൊരു മോഡൽ കാളത്തലയാണ്. നമ്മൾ വേറൊരു മോഡൽ കാളത്തല ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പെയിൻറ്റിങ്ങിലായിക്കോട്ടെ, അതേപോലെ തന്നെ ഇതിൻ്റെ മൊത്തത്തിൽ കൊമ്പിൻ്റെ നീളമായിക്കോട്ടെ, ശൈലി ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ മാറ്റും. അപ്പോൾ ഇതിൽ തന്നെ പല രീതിയിലുള്ള സാധനങ്ങളും. ഇത് ഫൈബർ അടിച്ച സാധനമാണ് കേട്ടോ. ഇത് ഫൈബറാണ്. ഇതൊക്കെ വേറെ മെറ്റീരിയൽസാണ്. പറയുന്നത് സാധനം ഇതൊക്കെ ഫൈബർ അടിക്കാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ച് ആൾക്കാർക്ക് വേണമെന്നൊക്കെ പറയുന്നതനുസരിച്ച് നമ്മളൊക്കെ കൂടുതൽ ഫൈബർ അടിച്ചിട്ട് കൊടുക്കും. അതാണ് സംഭവം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും സാധനങ്ങളൊക്കെ കിട്ടും. അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പല രീതിയിൽ നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് തന്നെ അറിയാലോ, ഒരു കാളത്തല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ കാളത്തലകളും ഒരുപോലെയല്ല, എല്ലാത്തിൻ്റെയും ഉടല് ഒരുപോലെയല്ല, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ വ്യത്യസ്ത ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. ചിലത് ചെറിയ ചെവിയായിരിക്കും, ചിലത് വലുതായിരിക്കും, ചിലത് കൊമ്പിൽ ബിഗ്ഗിയുടെ കൊമ്പിലുള്ള പോലെ ഒരു ഇതുണ്ടായിരിക്കും, ചിലതിൽ വേറെ ഡിസൈനായിരിക്കും, ചിലത് ബാക്കിലേക്ക് വളഞ്ഞിട്ടായിരിക്കും, ചിലത് സ്ട്രെയിറ്റ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള സാധനമായിരിക്കും. സ്ട്രെയിറ്റ് എന്നല്ല, ചെറിയ വ്യത്യാസമുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ഇത് 30 സെൻറ്റിമീറ്ററിനടുത്തുള്ള ഒരു കാളത്തല എന്ന് പറഞ്ഞാൽ ഫൈബർ അടിച്ച സാധനമാണിത്. ഇത് പകുതി പണി കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഇത് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടിവുഡിൽ ഉണ്ടാക്കിയാണ്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഒരു സാധനം എപ്പോഴും അതിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സാധനമാണ്. അങ്ങനെ ഒരു രീതിയിലാണ് എനിക്ക് ഈ ഒരു ശൈലി. ബാബുവേട്ടൻ്റെ കാളേനെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാബുവേട്ടൻ കാളയിൽ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബാക്കിയുള്ളവർ പണിയെടുക്കണില്ല എന്നല്ല, ബാബുവേട്ടൻ്റെ കാളയിൽ അത് എവിഡൻ്റാണ്, ക്ലിയറാണ്. അത് ഒരു സീസണിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കണ ഒരു കാളയാണത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ എൻ്റേതായ രീതിയിലുള്ള മാറ്റങ്ങൾ ഞാൻ ഉണ്ടാക്കിയ പ്രൊഡക്റ്റുകളിൽ വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് മുമ്പ് ഇതിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്നുണ്ട്. ഈ സാധനമൊന്നും ഇല്ലായിരുന്നു. ഈ കറുപ്പ് കാണുന്ന ഈ സാധനങ്ങളും കണ്ണിൻ്റെ ഇവിടെയും ഈ സാധനങ്ങൾ ഇതിങ്ങനെ ഇല്ലായിരുന്നു. ഇതിൻ്റെ കോലയും ഞരമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വേറെ രീതിയിൽ ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മൾ വേറൊരു ടൈപ്പിൽ ചെയ്യുന്ന സമയത്ത് വേറെ ടൈപ്പിൽ എന്തായാലും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഞരമ്പുകളുടെ വീതിയൊക്കെ കുറയ്ക്കേണ്ടായിരിക്കും, ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ശൈലി നോക്കിയാൽ മനസ്സിലാവും. ഇത് വേറൊരു ടൈപ്പ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഞരമ്പുള്ള ഒരു സാധനമാണിത്. അപ്പോൾ ഇത് നല്ല വെയിറ്റുള്ള സാധനമാണ് കേട്ടോ. ഇത് പകുതി പണി കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ഉരച്ച് വൃത്തിയാക്കാണ്ട് വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ വെച്ച് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതും 30 സെൻറ്റിമീറ്ററിനടുത്ത് വലുപ്പം വരും കൊമ്പ് വയ്ക്കുമ്പോൾ. ഇതിൻ്റെ കൊമ്പ് നമ്മൾ പറഞ്ഞ മാതിരി ഇതിൻ്റെ കൊമ്പ് പോലെ വളച്ചിട്ട് ആവണം എന്നില്ല, വേറൊരു ശൈലിയിലായിരിക്കും. ഇതിലും ഇനിയിപ്പോൾ ഫൈബർ അടിക്കുന്ന സമയത്ത് നമ്മൾ കൊമ്പിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ടായിരിക്കും, പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരിക്കും. അത് വേറെ കാര്യം. പെയിൻറ്റിങ്ങിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത്, ഇത് വേറെ ശൈലിയുള്ള ഒരു സാധനമാക്കി എടുക്കും. അത് എന്തായാലും ആവണതിനനുസരിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആർക്കെങ്കിലും ആണെങ്കിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഫൈബർ അടിച്ചിട്ട് തരാം. അതായത് ആ സാധനം തരാം. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത്, ഇത് വേറൊരു സംഗതിയാണ്. ഇതൊരു എത്ര സെൻറ്റിമീറ്ററിന് 16 സെൻറ്റിമീറ്ററിൻ്റെ വലിപ്പമുള്ള വേറൊരു ടൈപ്പ് കാളത്തലയാണ്. ഇതിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കുറച്ച് ഡിഫറൻ്റായി വേറൊരു ശൈലിയുള്ള ഒരു സാധനമാണിത്. ഓക്കെ,
വേറെ ശൈലിയുള്ള ഒരു സംഗതിയാണിത്. 18 സെൻറ്റിമീറ്ററിൻ്റെ വേറൊരു കാളത്തല ഫൈബർ അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ബാബുവേട്ടൻ്റെ കാളയുമായി ഒരു സാമ്യമുള്ള ഒരു കാളത്തലയാണത്. അത് നോക്കി ചെയ്തോന്നല്ല, അത് ചെയ്തു വന്നപ്പോൾ അങ്ങനെ ആയി മാറിയതാണ്. അതാണ് കറക്റ്റായിട്ട് ബാബുവേട്ടൻ്റെ കാളത്തല പോലെയല്ല, കുറച്ച് അത് കണ്ട കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുള്ളത് അത് അതുപോലെയാണ് എന്നാണ്. അത് 20 സെൻറ്റിമീറ്റർ അടുത്ത് വലുപ്പം വരും, ഇത് 16 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ 4 ടൈപ്പ് ഫൈബർ അത് 4 ടൈപ്പ് കാളത്തലകളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മാത്രമല്ല നിലവിൻ്റെ തമ്പുരാനെ പോലുള്ളൊരു കാളത്തല കംപ്ലീറ്റ് നിലവിൻ്റെ തമ്പുരാനെ പോലല്ല, ഇത് വേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും സാധനം. പക്ഷേ ഏകദേശം കാണുമ്പോൾ അതുപോലെയൊക്കെ തോന്നാവുന്ന രീതിയിലുള്ള കാളത്തലകൾ വേറെ ഉണ്ട്. അതൊക്കെ മേക്കിങ്ങിലാണ്. ആദ്യത്തെ ഒരു കോലാവട്ടെ. ഞാൻ ടൈം കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ ബേസിക്കലി ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ ക്ലാസ് എടുക്കലും അതേപോലെ വേറെ പോസ്റ്റ്മാനായിട്ടും ഒക്കെ ജോലിയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളുടെ ഇടയിലും ലീവ് കിട്ടുന്നതിനനുസരിച്ചും രാത്രി ഒക്കെ രാവിലെ വടംവലിയുണ്ട്. ഞാൻ വടംവലി പ്ലെയറാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ ഞാൻ പറഞ്ഞു വന്നത് അതന്നെ കൊമ്പൊക്കെ ഊരാനൊക്കെ പറ്റും കേട്ടോ. അതിൻ്റെയൊക്കെ കൊമ്പൊക്കെ ഊരാൻ പറ്റിയായിരുന്നു, പിന്നെ അത് ജോയിൻ്റ് ചെയ്താണ്. അപ്പോൾ പറഞ്ഞു അതാണ് കാളത്തലകളെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് ഒഡലാണ് വരുന്നത്. നമ്മൾ ഈ ഒഡൽ ഇത് പകുതി പണി മാത്രം കഴിഞ്ഞുള്ള ഒഡലാണ് കേട്ടോ. അതിൻ്റെ വാലൊക്കെ നല്ല വെയിറ്റുള്ള സാധനമാണത്. ഇതിൻ്റെ ഉള്ളിൽ വേറെ മെറ്റീരിയൽ, അതിൻ്റെ ഉള്ളിൽ വേറെ മെറ്റീരിയൽ, അങ്ങനെയാണ് 3 മെറ്റീരിയൽ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് കംപ്ലീറ്റ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. കുറച്ച് ബോഡി ഫില്ലർ ഇട്ടിട്ട് ഇങ്ങനെ ഉരച്ച് റെഡിയാക്കി വെച്ചിരിക്കണം. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇത് അങ്ങനത്തെ ഒരു സാധനമൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും പറയുക, അങ്ങനെ തൂങ്ങി കിടക്കൂലേ താടയുടെ അവിടെ അതല്ലേ, അതേപോലെ ഇതിന് ഷേപ്പൊക്കെ നോക്കണം. ഫ്രണ്ടിക്ക് കുറച്ച് കാലൊന്ന് ഫ്രണ്ടിക്ക് ഇങ്ങനെ കുത്തിക്കണ രീതിയിലുള്ള ഒരു ശൈലിയാണ് രീതിയാണ് ഉദ്ദേശിച്ചുള്ളത്. പിന്നെ ബാക്കിക്ക് ഒന്നുകൂടി ഷേപ്പാക്കി എടുക്കാണ്ട്, ബാക്കിക്കല്ല മൊത്തത്തിലൊന്ന് ഷേപ്പാക്കി എടുക്കാണ്ട് അങ്ങനെയാണ് സംഭവം. അതേപോലെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇവിടെയൊക്കെ വെച്ച് ഫ്രണ്ടിൽ കണ്ടോ, ഈ കഴുത്തിൻ്റെ ഇവിടെ വെച്ച് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. ഒന്ന് ഉരച്ച് വൃത്തിയാക്കണ്ട്, ഷേപ്പാക്കണ്ട്. ഇതിലും അവിടെ ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റണം എന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ മൂട്ടിൽ അവിടെ ഷേപ്പ് വരുത്താനുണ്ട്. അതുപോലെ ഇതിൻ്റെ വാലിങ്ങനെ വലിച്ചെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ കുണ്ടിയിൽ നിന്ന് വലിച്ചെടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ വാലുള്ളത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇത് കിട്ടും. ഇങ്ങനെയാണ് സാധനം. ഓക്കെ, ഇങ്ങനെയാണ് സംഗതി. എന്നിട്ട് ഇതിലേക്ക് വാലാണ്ട് ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യാം. ഇത് ഏതിനുള്ള ഒരു ഉടലാണെന്ന് ചോദിച്ചാൽ അത് ഓരോ ഇതിനനുസരിച്ചാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏകദേശം സെറ്റാണത്. ഇതിൻ്റെ വലുപ്പത്തിലൊക്കെ കിട്ടുമല്ലോ ആണ്, അങ്ങനെ ചെയ്യാം. അതുമാത്രമല്ല ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഈ കാളത്തലയിൽ വെക്കാൻ പറ്റും, ഈ കാളത്തല വെക്കാൻ സാധിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് വലിയൊരു കാളത്തല. അപ്പോൾ നമ്മൾ പല വലിയ കാളകളെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. വലിയ തലകളുടെ കാളകളുടെയൊക്കെ അവസ്ഥ അതിനനുസരിച്ചുള്ള ഉടലാവണമെന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിത് ഈ വലിയൊരു തല ഇവിടെ വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് വെറൈറ്റി രീതിയിലുള്ളൊരു സാധനം. ഇതിന് ആർച്ചും പണ്ടങ്ങളും സാധനങ്ങളൊക്കെ മേക്കിങ്ങിലാണ്. വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോന്നിനും പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് ഫൈബർ അടിക്കുക എന്ന് പറയുന്നത് നമ്മൾ വേറെ സ്ഥലത്ത് ഫൈബർ അടിക്കാൻ കൊടുത്തിട്ട് അവർ തരുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ടൈം ഇതൊക്കെ ലാഗ് ഉണ്ടായിരിക്കും. അവർക്ക് അവരുടെ തിരക്കുള്ള സാധനം നമ്മൾ പറഞ്ഞ ടൈമിൽ കിട്ടണം എന്നില്ല കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിനും കൂടി അനുസരിച്ചാണ് നമ്മളൊരു ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ റേറ്റ് പറയുന്നുണ്ടായിരിക്കും. അതാണ് അതിൻ്റെ സംഭവം. പിന്നെ ഇത് വേണമെങ്കിൽ ഇതിലും വെക്കാൻ പറ്റും. ഇതിപ്പോൾ എന്തപ്പോൾ ഇങ്ങനെ ഇത് പൊന്തി നിൽക്കുകയാണെങ്കിൽ അല്ലേ ഇങ്ങനെ വെക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതൊരു വേറൊരു വെറൈറ്റി രീതിയിലുള്ളൊരു സാധനമായിട്ട് മാറും ഇത്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഫൈബർ അടിക്കും. ഫൈബർ അടിച്ചിട്ടുള്ള പെയിൻറ്റ് ചെയ്ത് വെച്ചൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാളത്തലകളും ഇതിൻ്റെ ഉടലും സാധനങ്ങളൊക്കെ പണിയെടുത്ത് ഏകദേശം കോലാവണനുസരിച്ചിട്ട് എന്തായാലും അതിൻ്റെ മേക്കിങ്ങിൻ്റെ ഇതൊക്കെ വീഡിയോസും അതേപോലെ ഫോട്ടോസൊക്കെ ആയിട്ട് ഇടുന്നുണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ മെസ്സേജ് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇങ്ങനെയുള്ള ക്രാഫ്റ്റ് വർക്ക് സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് കൊട്ട് കേൾക്കാണ്ടോ പുറത്തുനിന്ന്? ഇങ്കാരിമേളത്തിൻ്റെ തമ്പോലത്തിൻ്റെ എന്തിൻ്റെയൊക്കെ കൊട്ട് കേൾക്കാണ്ട്. കാവൂടെ അത്ര ദൂരമൊന്നുമില്ല. അപ്പോൾ ഞാൻ മാത്രം വീട്ടിൻ്റെ അടുത്ത വീട്ടിലൊന്നും ഒരു മഞ്ചിൻ്റെ കുട്ടിയില്ല, അടുത്ത വീടുകളിലൊന്നും. ഞാൻ മാത്രം ഇവിടെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഫൈബറിലുള്ള കാളത്തലകൾക്കും കാളുടെ ഉടലിനും ഇതൊക്കെ ഇപ്പോൾ കാളത്തലകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൻ്റെ ഉടലൊക്കെ ഒന്ന് റെഡി ആയിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കാളത്തല ഇപ്പോൾ ഫൈബർ അടിച്ച് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനമാണ്. ഈ കാളത്തല 30 സെൻറ്റിമീറ്ററിനടുത്ത് വലിപ്പമുള്ള കാളത്തലയാണ്. അപ്പോൾ ഇത് വേണ്ട ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഓക്കെ.
പിന്നെ ഇത് നമ്മൾ ഫൈബർ അടിച്ചിട്ട് അധികം വൈകാണ്ട് കൊടുക്കേണ്ട വേറെ ഫൈബർ അടിച്ചുള്ള സാധനം നമുക്ക് ഒരു 2-3 ദിവസത്തിനുള്ളിൽ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മളത് അതിലേക്ക് ഇരിക്കും അല്ലേ. ഇതൊന്ന് കുറച്ച് റെഡിയാക്കി കൊണ്ടുവരാനുണ്ട്. പിന്നെ നമ്മൾ ഉടൽ ഫൈബർ അടിക്കാൻ കൊടുക്കണമെന്നുണ്ട്. അതേപോലെ തന്നെ ആർച്ച് 2 ടൈപ്പ് ആർച്ചുകളുണ്ട്. അതിലിങ്ങനെ കാര്യമായിട്ട് പണിയെടുക്കേണ്ട. അതിൽ വേറൊരു പുതിയൊരു സാധനം മൾട്ടിവുഡിൽ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കുറച്ച് വലിയ തലയും അതേപോലെ തന്നെ ഉടലും ആർച്ചും എല്ലാ സാധനം. ആർച്ച് എന്തായാലും മൾട്ടിവുഡിൽ ചെറിയ ഇതിനനുസരിച്ചുള്ള ഒരു വേറെ ടൈപ്പ് ആർച്ച് കൂടി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. കാരണം നമ്മൾ തുടക്കത്തിൽ ഉണ്ടാക്കിയ സാധനം എനിക്ക് അങ്ങനെ തൃപ്തിയാവുന്നില്ല. അത് നമ്മൾ തുടക്കത്തിൽ ഒരു കൗതുകത്തിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ബാക്കിൽ വെക്കാൻ വേണ്ടി ചെയ്തൊരു സാധനമാണത്. അത് വേറെ ശൈലിയിൽ ചെയ്യാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ, വേറെ വീഡിയോയിൽ കാണാം. ചെറിയ വീഡിയോ പറഞ്ഞിട്ടത് 11 മിനിറ്റിനടുത്തുള്ളൊരു വീഡിയോ മാറിയില്ലേ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ കാലത്തിൽ വേണ്ട ഒരു മെസ്സേജ് കേട്ടോ. ഇത് കുറച്ച് എൻക്വയറി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ പറയാം. ഓക്കെ.